ശ്രീദേവി മഹിയെ വളയ്ക്കാൻ പല വഴികൾ നോക്കുന്നുണ്ട്. അതിൽ മഹി വീഴുന്നുമുണ്ട്. മഹി തന്നെ എന്നിട്ട് ശ്രീദേവിയോട് പറയും കൃഷ്ണൻ കൺമണിയും പൊന്നുമേട്ടിലെ കേണലിന്റെ വീട്ടിലാന്ന്. മഹിയുടെ വായിന്ന് അബദ്ധത്തിൽ നിന്ന് വീണുപോയതാണോ അതോ മനഃപൂർവ്വം പറഞ്ഞാണോ എന്ന് അറിയില്ല. എന്നാലും മഹി ആ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് വരുന്ന എപ്പിസോഡിൽ മനസ്സിലാക്കാം. എന്താണേലും ശ്രീദേവി ഈ കാര്യം മാനസയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇതറിയുന്ന ആന്റിയമ്മ മാനസയോട് പറയും എത്രയും വേഗം തന്നെ നീ അവിടേക്ക് പൊക്കോളാന്. കൃഷിന്റെ റൂമിൽ നീ ഇടിച്ചു കയറി താമസിക്കണം എന്നും പറയും. കേണലിനെ ഒട്ടും പരിചയമില്ലാത്തതുകൊണ്ടാണ് ആന്റിയമ്മ ഇങ്ങനെ പറയുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. മാനസ അവിടെ ചെന്ന കേണൽ മാനസയ്ക്ക് നല്ല പണി കൊടുക്കും. മാനസയ്ക്ക് എന്താണേലും തോന്നിപ്പോവും ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന്. അത് 100% ഉറപ്പാണ്. കേണലിന്റെ അടുത്ത് എത്തുന്നതോടെ മാനസയുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് തന്നെ വിചാരിക്കാം. കൃഷ്ണനും കൺമണിക്കും അവരുടെ പ്രണയത്തിന് യാതൊരു കുറവുമില്ലാതെ പരസ്പരം പ്രണയിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതെല്ലാം കാണുന്ന കേണലിനും അവരുടെ പ്രണയം കാണുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ തോന്നും. ഇന്ന് കൺമണിയോട് കേണൽ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ പ്രത്യേക സന്തോഷമാണ്, നല്ല മാച്ചൊക്കെയാണ്. കേണലും നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രണയം ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനസ ഇവരെ പിരിക്കാൻ വന്നാലും കേണൽ ഇവർക്ക് ഫുൾ സപ്പോർട്ടായി നിൽക്കും. മാനസയ്ക്ക് നല്ല പണിയും കൊടുക്കും. സമരക്കാരുടെ കൂട്ടത്തിലുള്ള അയ്യപ്പൻ എന്ന് പറയുന്ന ആള് കൃഷ്ണന്റെ നേരെ കത്തിയായിട്ട് ചെല്ലുന്നുണ്ട്. ആ വിവരം കൃഷി കൺമണിയോട് പറയും. വാസുകി വന്നാണ് അയ്യപ്പനെ പിന്തിരിപ്പിക്കുന്നത്. അവരെക്കുറിച്ച് പ്രശ്നം എന്ന രീതിയിലാണ് കൃഷി സംസാരിക്കുന്നെങ്കിൽ കൺമണി അവരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അയ്യപ്പനെ അല്ല, ആ സമരക്കാരെ. കാരണം കൺമണി പറയുന്നത് അവർക്ക് പ്രാധാന്യം വിശപ്പാ സാർ, വിശപ്പ് മാറ്റാനുള്ള അന്നത്തിന് വേണ്ടിയാ അവർ ഈ സമരത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. കൺമണിക്ക് അവരെ കുറെ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. എന്താണെങ്കിലും കൃഷ്ണൻ കൺമണിയും അവിടെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ നിമിഷവും അവർ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം മാനസ അവിടെ ചെന്ന് അവക്ക് കിട്ടുന്ന പണി എന്താണെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്.